ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ നോട്ടത്തിൽ നല്ല റിസൾട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന 4 ബാങ്കുകളുടെ ഡീറ്റെയിലാണ്. എൻ്റെ ഒരു ബാങ്ക് ഫെഡറൽ ബാങ്കാണ്, ബാക്കിയുള്ള 3 ബാങ്കും ചെറിയ ബാങ്കാണ്. ശ്രദ്ധിക്കണം, ദിസ് വീഡിയോ ഈസ് ആബ്സലൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്നും സ്റ്റോക്കിനെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. പല പല ക്രൈറ്റീരിയകളുടെ സം ടോട്ടലാണ് ഡിമാൻഡ് ക്രിയേഷൻ എന്ന് പറയുന്ന സത്യം. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ 5 സ്റ്റോക്ക് നിങ്ങൾ ഇന്നത്തെ മാർക്കറ്റ് ചെക്ക് ചെയ്തോ? എന്തുമാത്രം അതിൻ്റെ അകത്ത് പ്രൈസ് വ്യതിയാനം വന്നു എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിരുന്നോ? ഡേറ്റ പാറ്റേൺസാണ് ഇന്നലെ പറഞ്ഞ ഒരു ആദ്യത്തെ സ്റ്റോക്ക് 16% ഇന്ന് കയറിപ്പോയത്. 16% കയറിപ്പോയിട്ടാണ് 11% ക്ലോസ് ചെയ്തത് ശരിക്കും. രണ്ടാമത്തെ സ്റ്റോക്ക് ജിൻഡാൽ സ്പായാണ്, 5.6% കയറിയത്. മൂന്നാമത്തെ സ്റ്റോക്ക് സെൻ ടെക്നോളജിയാണ്, ക്ലോസ് ടു 5% കയറിയത്. നാലാമത്തെ സ്റ്റോക്ക് യാഷ്പക്ക ആയിരുന്നു. യാഷ്പക്ക സംതിങ് അറൗണ്ട് 12% വന്നിട്ടാണ് ക്ലോസ് ടു 9% സെറ്റിൽ ചെയ്ത്. അഞ്ചാമത്തെ സ്റ്റോക്ക് ഡിനോറോ ആയിരുന്നു. ഡിനോറോ സംതിങ് അറൗണ്ട് 12% കയറിയിട്ടാണ് 6% സെറ്റിൽ ചെയ്ത്. സോ ഇതൊന്നും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾ ആ ലെവലിൽ കാണരുത്. ഞാൻ നിങ്ങളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും ലേണിംഗ് ഇൻപുട്ടിൻ്റെ ബേസിലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും ഒരു ട്രേഡിംഗ് ഇൻപുട്ടിൻ്റെ ബേസിലായിട്ട് നിങ്ങൾ കാണാൻ പാടില്ല. നിങ്ങൾ ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, പഠിക്കുക, കയറുന്ന സ്റ്റോക്കിൽ എന്തുകൊണ്ട് കയറിയെന്ന് മനസ്സിലാക്കുക. ആ കയറുന്ന മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നിങ്ങൾ ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ബേസിക്കലി ഐ നെവർ ഷെയർ എനി ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. എല്ലാ ഇൻപുട്സും എഡ്യൂക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമേ നിങ്ങൾ കാണാവുള്ളൂ. നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് പഠിക്കുക. ഇന്നത്തെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന 4 ബാങ്കിങ് സ്റ്റോക്സാണ്. അതിനു മുമ്പ് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചുള്ള ഒരു 4 ദിവസം 4+1 5 ഡേയ്സ് ട്രെയിനിങ് ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 2ാമത്തെ ആഴ്ചയിൽ. താല്പര്യമുള്ളവർക്ക് prosip23@gmail.com മെയിൽ ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അഡാനിയുടെ ഇഷ്യോട് കൂടി കഴിഞ്ഞ 3 മാസമായിട്ട് ഔട്ട് പെർഫോമിംഗ് ആയിട്ടുള്ള ബാങ്ക് സെക്ടർ വല്ലാത്ത പ്രഷറിലേക്ക് മാറി അല്ലേ ശരിക്കും. സോ നാച്ചുറലി അതിൻ്റെ ഒരു ഇമ്പാക്ട് ബാങ്കിനാണ് ആദ്യം എഫക്ട് ചെയ്യുന്നത് ശരിക്കും. കാരണം അഡാനിയുടെ ലോൺസൊക്കെ ബാങ്കല്ലേ കൊടുത്തിരിക്കുന്നത്. സോ അതൊന്ന് ക്ലാരിറ്റി കിട്ടുന്നവരെ എനിക്ക് തോന്നുന്നു ബാങ്കിങ് സെക്ടർ ഒരു പ്രഷറിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും. നമ്മളിവിടെ പറയാൻ പോകുന്നത് ബെസ്റ്റ് പെർഫോമൻസ് Q3 കാഴ്ചവെച്ച 4 ചെറിയ ബാങ്കുകളെ കുറിച്ചാണ്. ഒരു ബാങ്ക് ഫെഡറൽ ബാങ്കാണ്, അത് ചെറിയ ബാങ്കാണെന്ന് പറയാൻ സാധിക്കത്തില്ല. ബാക്കിയുള്ള 3 ബാങ്കും ചെറിയ ബാങ്ക്സ് ആണ്. ഫസ്റ്റ് ബാങ്ക് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കാണ്. എന്തുകൊണ്ടാണ് ഈ ബാങ്ക് ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം? നിങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ ഡിസംബറിലെ റവന്യൂ വാസ് 2020 കോടി, ഇൻട്രസ്റ്റ് 1026 കോടി, എക്സ്പെൻസസ് 858 കോടി, ഫിനാൻസിംഗ് പ്രോഫിറ്റ് 135 കോടി. അത് സ്വീക്വൻഷ്യൽ വന്നിട്ട് 259 ക്രോസ് ആയിട്ട് വ്യത്യാസം വന്നു. അത് വീണ്ടും ഡിസംബറിൽ 274 ക്രോസ് ആയിട്ട് കൂടി. ഇതിനകത്തുള്ള വലിയൊരു ഫാക്ടർ നിങ്ങൾ ശ്രദ്ധിക്കണം, പല വലിയ ബാങ്കുകൾക്കും ഫിനാൻസിംഗ് പ്രോഫിറ്റ് മൈനസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ബാങ്കിങ് ഡിവിഷൻ നഷ്ടത്തിലാണ്. ആ ബാങ്കുകൾ എങ്ങനെ മേക്കപ്പ് എന്ന് വെച്ചാൽ അവരുടെ റവന്യൂ അതർ ഇൻകത്തിലാണ് അവർ ഹ്യൂജ് ആയിട്ട് എസ്കലേറ്റ് ചെയ്ത് അവരുടെ ബാങ്കിങ്ങിലെ ആ ഷോർട്ട് കമ്മിങ്ങിനെ അവർ മേക്കപ്പ് ചെയ്യുന്നത്. ഇവിടെ ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിലെ ആ ഷോർട്ട് കമ്മിങ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ബാങ്കിനെ ഇഷ്ടം. ഇത് ഡിസംബറിൽ 135 നിന്ന് 259ലേക്കും 259 നിന്ന് 270ലേക്കും പെർഫോമൻസ് ബെറ്റർ ആവുക ചെയ്തത്. ഇത് നെഗറ്റീവ് വന്നിട്ടില്ല. നിങ്ങൾ പല വലിയ ബാങ്കുകളുടെയും നിങ്ങൾ Q3 റിസൾട്ട് എടുത്ത് നോക്കിയുള്ളൂ. ചില ബാങ്കുകളുടെ ഈ ഭാഗത്ത് ഈ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എന്നുള്ള നെഗറ്റീവ് കണ്ടാലേ മനസ്സിലാക്കണം ബാങ്കിങ് ഡിവിഷണൽ ലൂസിലാണ്. അവർ ബാക്കിയുള്ള എന്താ പറയണ്ട അതർ ഇൻകം മീൻസ് അവർ മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നുണ്ട്, അവർ ഇൻഷുറൻസ് വിൽക്കുന്നുണ്ട്, അവർ ധാരാളം അതർ തേർഡ് പാർട്ടി പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഹ്യൂജ് പ്രോഫിറ്റിന് അവരവരുടെ ബാങ്കിങ് നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു പിറ്റ്ഫാളിനെ അവർ കറപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പിറ്റ്ഫാൾ വന്നിട്ടില്ല. ഇവിടെ ഇറ്റ് വാസ് വെരി സ്ട്രോങ്. അതുകൊണ്ടാണ് എനിക്ക് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിനെ ഇഷ്ടപ്പെടാനുള്ള വലിയൊരു കാരണം ശരിക്കും. ആൻഡ് നിങ്ങൾ നോക്കുക, 40% ടാക്സ് കൊടുത്തിട്ട് പോലും നെറ്റ് പ്രോഫിറ്റ് 307 കോടിയാണ് വന്നിരിക്കുന്നത്. എഗൻസ്റ്റ് 169 ക്രോസ് കഴിഞ്ഞ കൊല്ലമായിട്ട് നോക്കാൻ നേരത്തെ. കഴിഞ്ഞ സ്വീക്വൻഷ്യൽ 240 307ലേക്ക് മാറിയിരിക്കുന്നത്. അടുത്ത ബാങ്ക് യൂക്കോ ബാങ്കാണ്. യൂക്കോ ബാങ്കിൽ സെയിം ഫിനോമിനൻ ആണ്. നോക്ക്, ഫിനാൻസിംഗ് പ്രോഫിറ്റ് 198 ക്രോസ്. ഇവിടെ നിന്നാണ് വന്നത് 73 ക്രോസിൽ നിന്നാണ് 198 കോടി ഇയർ ഓൺ ഇയർ. സ്വീക്വൻഷ്യൽ നോക്കാൻ നേരത്തെ 4 കോടിയിൽ നിന്ന് 198 കോടിയായിട്ട് വന്നിരിക്കുന്നു ശരിക്കും. സോ അവിടെ നെഗറ്റീവ് വന്നിട്ടില്ല. നെഗറ്റീവ് ഫിനാൻസിംഗ് പ്രോഫിറ്റ് വന്നിട്ട് ബാങ്കിങ് ഡിവിഷൻ വീക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും. ഡിസംബറിൽ 310 കോടി 505 കോടിയായിട്ട് മാറി. അവിടെ നിന്ന് സ്വീക്വൻഷ്യലി 653 ക്രോസ് ആയിട്ട് ഹ്യൂജിൽ എസ്കലേറ്റ് ചെയ്തു. അടുത്ത ബാങ്ക് ഫെഡറൽ ബാങ്ക് 203 കോടിയിൽ നിന്നാണ് 563 കോടിയായിട്ട് എസ്കലേറ്റ് ചെയ്തത്. ഫിനാൻസിംഗ് മാർജിൻ 6% നിന്ന് 12% ആയിട്ട് കൂടി ശരിക്കും. ആൻഡ് നിങ്ങൾ നോക്കണം, 369 നിന്നാണ് 569 ആയത്. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് 544 കോടിയിൽ നിന്ന് 745 ക്രോസും അവിടുന്ന് 856 ക്രോസുമായിട്ട് ബാങ്കിന്റെ പെർഫോമൻസ് ഹ്യൂജിലി ഷോർട്ട് അപ്പ് ചെയ്തു ശരിക്കും. അടുത്ത ബാങ്ക് IDBI ബാങ്കാണ്, 4ാമത്തെ ബാങ്ക്.
അടിവ്യാപകം എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം വെച്ചാൽ ഫിനാൻസിങ് പ്രോഫിറ്റ് ഈ ഭാഗത്തൊക്കെ മൈനസ് ആ വന്നിരിക്കുന്നത് അല്ലെ. ബാങ്കിന്റെ ഡിവിഷൻ വാസ് ഡൂയിങ് വെരി വീക്ക് ആണ് ശരിക്കും. നോക്ക് എത്ര ക്വാർട്ടറാണ് മൈനസ്, 11 ക്വാർട്ടർ മൈനസ് ആയിട്ട് 2 ക്വാർട്ടർ ബേസ്റ്റ് റിസൾട്ട് എസ്കലേറ്റ് ചെയ്തു. ബാങ്ക് ഡിവിഷനെ അവർ സ്ട്രോങ് ആക്കി എടുത്തു. 326 കോടി 363 കോടി എവിടുന്ന വന്നത്? -203 ക്രോസ് ഇന്ന്. സോ സംതിങ് അറൌണ്ട് എത്രയോ വ്യത്യാസം വന്നിരിക്കുന്നത്, ഹ്യൂജ് ആയിട്ടുള്ള എസ്കലേഷൻ അല്ലെ. ഫിനാൻസ് മാർജിൻ -4 ഇന്ന് 7% സ്റ്റെബിലൈസ് ചെയ്തു. അത് നാച്ചുറലി നെറ്റ് പ്രോഫിറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. കഴിഞ്ഞ ഡിസംബറിൽ 618 കോടിയായിരുന്നു. കാര്യം വെച്ചാൽ അതർ ഇൻകത്തിന്റെ ആ പ്ലസ് പോയിന്റ് കൊണ്ടാണ് ഈ 610 കോടി വരാനായിട്ടുള്ള കാരണം. അത് ഇപ്രാവശ്യം വന്നിട്ട് എന്താ വന്നത്? 950 ക്രോസ് ആയിട്ട് എസ്കലേറ്റ് ചെയ്തു. ബാങ്ക് ഡിവിഷൻ പ്രോഫിറ്റിലായി ശരിക്കും. അതുപോലെ തന്നെ സ്വീക്കൻഷ്യൽ നോക്കാൻ നേരത്തെ 782 ക്രോസ് ഇന്ന് 950 ക്രോസ് ആയിട്ട് മാറി. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ 4 ബാങ്കിനെ ഇഷ്ടപ്പെടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇരട്ട പാരാമീറ്റർ വെച്ചല്ല ബാങ്ക് സ്റ്റോക്കിനെ അനലൈസ് ചെയ്യേണ്ടത്. ഇത് ഒരു ക്രിട്ടിക്കൽ പാരാമീറ്റർ തന്നെയാണ്. ഇതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള 6-7 പാരാമീറ്റേഴ്സ് ബാങ്ക് സ്റ്റോക്കിനെ അനലൈസ് ചെയ്യാറുണ്ട്. നിങ്ങളത് തീർച്ചയായും പഠിക്കണം. പഠിച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ബാങ്ക് സ്റ്റോക്കിനെ അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. ബാങ്കിങ് സ്റ്റോക്കിന്റെ ഒരു ലെവൽ ഓഫ് അനാലിസിസ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഒരു പാരാമീറ്റർ മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ. ഒരു ഒറ്റ പാരാമീറ്റർ കൊണ്ടല്ല ബാങ്ക് സ്റ്റോക്കിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ദർ ആർ സോ മെനി പാരാമീറ്റേഴ്സ് ലൈക്ക് NPA വെച്ചുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്, നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വെച്ചുള്ള പാരാമീറ്റർ. ദർ ആർ സോ മെനി പാരാമീറ്റേഴ്സ് ആക്ച്വലി. നിങ്ങളതെല്ലാം പഠിക്കുക, മനസ്സിലാക്കുക, ആൻഡ് ബി എ ബെറ്റർ ട്രേഡർ. ദിസ് വീഡിയോ ഈസ് ആബ്സലൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ വീഡിയോ. സൈനിങ് ഓഫ്. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.